നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വണ്ടിപ്പെരിയാർ വള്ളക്കടവിൽ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. ഓണത്തിന് വിളവെടുക്കാൻ നിർത്തിയിരുന്ന അരയേക്കറോളം വാഴകൃഷിയാണ് വ്യാപകമായി നശിപ്പിച്ചത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും വണ്ടിപ്പെരിയാർ വള്ളക്കടവിൽ കാട്ടാനക്കൂട്ടങ്ങൾ എത്തിയത്. പ്രദേശത്തെ 3ഓളം കൃഷിക്കാരുടെ കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടാനകൾ വ്യാപക തോതിൽ കൃഷികൾ നശിപ്പിക്കുകയും ചെയ്തു. അമ്പലപ്പടി മുല്ലുപറമ്പിൽ മുരളീധരന്റെ പറമ്പിലെ കൃഷികളാണ് കൂടുതലായും നശിപ്പിക്കപ്പെട്ടത്. മറ്റുള്ളവരുടെ പറമ്പിൽ കാട്ടാനക്കൂട്ടങ്ങൾ ഇറങ്ങിയെങ്കിലും വ്യാപക നാശം ഉണ്ടായില്ല. ചൊവ്വാഴ്ച പുലർച്ചെ 2:30യോടെയാണ് സംഭവം ഉണ്ടായത്. പെരിയാർ കടുവാ സംഗതത്തിന്റെ അതിർത്തിയാണ് വള്ളക്കടവ് പ്രദേശം. അതിർത്തിയിൽ നിന്ന് പെരിയാർ നദി കടന്ന് അമ്പലപ്പടി റോഡിൽ കാട്ടാനക്കൂട്ടങ്ങൾ എത്തുകയും അവിടെ നിന്ന് വഞ്ചിവയൽ സ്കൂളിന് സമീപം എത്തുകയും ചെയ്തു. കാട്ടാനക്കൂട്ടങ്ങൾ വന്നതറിഞ്ഞ നാട്ടുകാരായ കണ്ണൻ, മുരളീധരൻ എന്നിവർ വനപാലകരെ വിവരമറിയിച്ചു. ഇതനുസരിച്ച് ഇവരെത്തി പടക്കം പൊട്ടിച്ചെങ്കിലും പടക്കം പൊട്ടിയില്ല. പിന്നീട് തോക്കുമായി വനപാലകർ എത്തുകയായിരുന്നു. ഈ സമയം സ്കൂൾ ഭാഗത്ത് നിന്നിരുന്ന കാട്ടാനക്കൂട്ടങ്ങൾ മുരളീധരന്റെ കൃഷിയിടത്തിലെത്തി വെട്ടാൻ പാകത്തിന് നിന്നിരുന്ന നിരവധിയായ കുലച്ച വാഴകളാണ് വ്യാപകമായി നശിപ്പിച്ചത്. ഓണത്തിനോടനുബന്ധിച്ച് വിളവെടുക്കുവാൻ നിർത്തിയിരുന്ന അരയേക്കറോളം വാഴകൃഷികളാണ് കാട്ടാനക്കൂട്ടങ്ങൾ നശിപ്പിച്ചത്. ഓണത്തിനോടനുബന്ധിച്ച് വിളവെടുക്കുവാൻ നിർത്തിയിരുന്ന അരയേക്കറോളം വാഴകൃഷികളാണ് കാട്ടാനക്കൂട്ടങ്ങൾ നശിപ്പിച്ചത്. വനപാലകർ ഇക്കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത കാട്ടിയില്ലെന്ന് മുരളീധരൻ പറഞ്ഞു. ഇപ്പോഴും ഞാൻ വിളിച്ചില്ലെന്ന് പറയും. ഞാൻ ഇവിടെ വന്ന് നോക്കിയിട്ട് കണ്ണനെ വിളിച്ചിട്ടാ പറയുന്നത് അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഇനിയും അവിടെ നിൽക്കും ആന. അവിടെ വന്നിട്ട് ഈ റോഡ് ഇതുപോലെ പള്ളി നിസ്കരിക്കാൻ പോകുന്നവര് എത്ര പേരുണ്ട്, നടപ്പുകാരുണ്ട്, ആർക്കെങ്കിലും ഓട്ടോയുടെ മുന്നിൽ കൂടെ പോയി ആ ഓട്ടോ ഇടിച്ചു ചേർക്കാൻ തന്നെ എന്നാ ചെയ്തേനെ. ഇവിടെ ആനയുടെ ശല്യം വളരെ ഭയങ്കരമായിട്ടായിരിക്കുന്നത്. ഈ വാവുച്ചേർന്ന സ്ഥലത്ത് കണ്ടില്ലേ, കയറി കംപ്ലീറ്റ് വാഴയും ഏലവും എല്ലാം കളഞ്ഞു. അതുപോലെ മേളിൽ ആ ശോഭയുടെ പറമ്പിലെ അങ്ങനെ അങ്ങ് മേളി വരെ ഏതാണ്ട് പഞ്ചായത്ത് റോഡിനടുത്ത് വരെ ആന കയറ്റുന്നുണ്ട്. ഫോറസ്റ്റുകാരുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധ സഹകരണം ഉണ്ടാകുന്നില്ല. അവർ വന്ന് ജീപ്പിൽ റോഡിൽ കിടക്കുകയാണ്. ഇവിടെ ആന കയറി ഈ കൃഷികളെല്ലാം നശിപ്പിക്കുക. ഈ നാട്ടിൽ പല പ്രാവശ്യം വന്നപ്പോഴും ഫോറസ്റ്റുകാരോട് സംസാരിക്കുമ്പോൾ ഇപ്പം ഫെൻസിങ് ഇടാം, ഇതിടാന്ന് പറഞ്ഞു പോകുന്നല്ലാതെ അവരൊരു മീറ്റിംഗ് വിളിക്കുന്നു, ഫെൻസിങ് ഇടാമെന്ന് പറയുന്നു, എന്നിട്ട് പിന്നെ യാതൊരു അനക്കവുമില്ല. ഇതിൻ്റെയൊക്കെ ഫണ്ടുകളൊക്കെ മാറിപ്പോട്ടണമെന്ന് തന്നെ ഞങ്ങൾക്ക് സംശയമുണ്ട്. കൂടാതെ സമീപ പ്രദേശത്തെ ശോഭന, സാംകുട്ടി, മണ്ണുശ്ശേരി ഷാജി എന്നിവരുടെ കൃഷിയിടങ്ങളും കാട്ടാനക്കൂട്ടങ്ങൾ നശിപ്പിച്ചു. വനപാലകരും നാട്ടുകാരും ബഹളം വെച്ചതിനെ തുടർന്ന് രാവിലെ 6:30യോടുകൂടിയാണ് റോഡ് മുറിച്ചു കടന്ന് കാട്ടിലേക്ക് മടങ്ങിയത്. ഒരു കുട്ടിയും കൊമ്പനും അടങ്ങിയ 5-അംഗ സംഘമായിരുന്നു വള്ളക്കടവിലെ കൃഷിദേഹങ്ങൾ പൂർണ്ണമായും നശിപ്പിച്ച കാട്ടിലേക്ക് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.